ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു ഊണ് തയ്യാറാക്കിയാലോ? വളരെ സിമ്പിളായിട്ടുള്ള പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ ചേർത്ത് ഊണ് തയ്യാറാക്കാം. അപ്പോൾ മെയിനായിട്ട് ഇത് വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ഒരു നോൺ വെജ് റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പകരം പപ്പടം ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ കറികളെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഉണക്ക ചെമ്മീൻ ഫ്രൈയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പുറത്ത് പഴം പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയം കിട്ടുമ്പോൾ സമയമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയുണ്ട് ചില സമയത്ത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഫ്രൈക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഉണക്കച്ചെമ്മീൻ ഓൾറെഡി ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉണക്കച്ചെമ്മീനേ ഉള്ളൂ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉണക്കച്ചെമ്മീൻ ഫ്രൈയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും അധികം പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് ഉണക്കച്ചെമ്മീൻ വറുത്തതെന്ന് പറഞ്ഞിട്ട് ആ റെസിപ്പി നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. പിന്നെ 1-2 ടിപ്സും കൂടി പറഞ്ഞുതരാം. ഉണക്കച്ചെമ്മീൻ നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം അതിൻ്റെ തലയൊക്കെ നീക്കിയെടുക്കുകയാണെങ്കിൽ ഉണക്കച്ചെമ്മീൻ്റെ തല നീക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ വേഗം തന്നെ നമുക്ക് തല നീക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ആകെ ഈ മഴക്കാലത്ത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉണക്കച്ചെമ്മീനേക്കാൾ ക്രിസ്പി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീനാണെങ്കിൽ വേഗം നമുക്ക് തല നീക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മോശമായി പോവില്ല. മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മോശമായി പോവില്ല. അത് ഫ്രൈ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വാങ്ങിച്ചിട്ട് നേരെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അതിനുശേഷം ആവശ്യത്തിനടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ക്രിസ്പി ആയി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉണക്കച്ചെമ്മീൻ എന്താ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ചെയ്യാം. ഉള്ളി ചതച്ചിട്ട് അത് ഈ നടുഭാഗത്തേക്ക് ചേർത്തിട്ട് അതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ മുളക് പൊടി മാത്രം ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ കുറച്ച് സവോള ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്, ഏറ്റവും എളുപ്പ വഴി. ഞാൻ ഇതിനിടയിൽ പഴംപൊരിയും കൂടെ ശ്രദ്ധിക്കുന്നുകൊണ്ടാണ് ഈ ഒരു ചെമ്മീൻ ഫ്രൈയുടെ പരിപാടി ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മാത്രം അതിലേക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഉണക്കച്ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ചട്ടിയിലേക്ക് മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ കൂടുതൽ നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ കരിഞ്ഞു പോകാതിരിക്കും. ഇല്ലെങ്കിൽ ഉണക്കച്ചെമ്മീൻ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈക്ക് ഒരു കളർ കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൂടുതലും കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളറും കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് എരിവുണ്ടാവുകയുമില്ല. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും ഈക്വലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേഗം തന്നെ ചട്ടി ഓഫ് ചെയ്യുക. ഇരുമ്പ് ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചട്ടി ഓഫ് ചെയ്യാന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഈ ചട്ടിയിലിരുന്ന മുളക് പൊടിയൊക്കെ ചൂടായി ചെമ്മീനിലേക്ക് ആ മുളക് പൊടിയൊക്കെ പിടിച്ചു വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണക്കച്ചെമ്മീൻ ഫ്രൈയുടെ പരിപാടി. ഇനി ഞാൻ മോര് കാച്ചാനും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെയും പരിപാടി നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പഴം പുളിശ്ശേരി റെഡിയാക്കാനായിട്ട് ആദ്യം കലത്തിലേക്ക് പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ഒരു വലിയ ഈത്തപ്പഴം, ചെറിയ പഴമാണെങ്കിൽ 2 എടുക്കാം, വലിയ പഴമാണെങ്കിൽ 1 മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പഴം പുളിശ്ശേരി 2 ദിവസത്തേക്ക് ഉണ്ടാവും. ഞാനിവിടെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു നേരം മാത്രമേ ഞങ്ങൾ ഊണ് കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പഴം പുളിശ്ശേരി. ഞാനപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കൊന്നും എടുത്ത് വയ്ക്കാറില്ല. പഴംപുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് നമ്മൾ
2 ദിവസമോ 3 ദിവസമൊക്കെ റൂമിൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം. ആവശ്യത്തിന് വെള്ളം വെച്ചാൽ ഒരുപാട് വെള്ളം വേണ്ട, ഈ പഴം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. പഴത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. പിന്നെ പഴത്തിന് ആവശ്യമായ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് പഴം വേവിച്ചെടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. ഈ ഒരു ജാറിൽ തന്നെയാണ് കേട്ടോ ഞാൻ തൈര് ഉടച്ചെടുക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈരല്ല, ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.25 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്, ഇത് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ അരച്ചെടുക്കുന്ന രീതി, അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൈരും ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങളൊരു വിസ്ക് യൂസ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുക. തൈരിൻ്റെ കട്ട ഉടഞ്ഞ് കിട്ടാനേ പാടുള്ളൂ, വല്ലാതെ അടിച്ച് പതപ്പിച്ചെടുക്കരുത്. അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഞാൻ പൾസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഴം കുക്കായോ എന്ന് നോക്കാം. ഇതാ നമ്മുടെ പഴമൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമേ ഉള്ളൂ, ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പ് കുക്കാവാനുള്ള സമയം നമ്മൾ കൊടുക്കുക. അരപ്പൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. ഞാനപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പഴം കുക്ക് ചെയ്തെടുത്തത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കൊടുത്ത് പഴം കുക്ക് ചെയ്തെടുക്കുക, പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കുക. നന്നായിട്ട് പഴുത്ത പഴം അല്ല കേട്ടോ നമ്മൾ ഈ പഴം പുളിശ്ശേരിക്ക് എടുക്കുക, ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കുക. ഇനി അരപ്പൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അരപ്പ് കുക്കായി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈര് ചേർക്കുക. ഇപ്പോൾ തൈര് ചേർക്കരുത്. ഇനിയിപ്പോൾ അരപ്പൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് റെഡിയാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ഒരുമിച്ചല്ലേ ചെയ്യുക, ഓരോന്നായിട്ടല്ലല്ലോ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഓരോന്നായിട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ. ഒരു ഒഴിച്ചേറി, ഒരു മെഴുക്കുരട്ടി, ഒരു തോരൻ, അല്ലെങ്കിൽ ഒരു ഫ്രൈ, എന്തെങ്കിലും ഒരു റെസിപ്പി. ഇതൊക്കെ ഏറ്റവും ഇല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതാണെങ്കിലും നമുക്ക് സുഖമായിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം, ഇത്രയും കറികളുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു പപ്പടം വറുത്തതായാലും മതി, പപ്പടം കാച്ചിയതായാലും മതി. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു മൺകലമായതുകൊണ്ട് മൺകലത്തിൻ്റെ ചൂടിലിരുന്നിട്ട് അരപ്പ് വീണ്ടും കുക്കാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ തൈര് ചേർക്കരുത്, എന്താണെന്ന് വെച്ചാൽ തൈര് പിരിയും. അപ്പോൾ നമ്മളൊന്ന് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ആ തിളയൊന്ന് കുറഞ്ഞു വരാനായിട്ട്. അതിനുശേഷം അരപ്പിൻ്റെ ആ ഒരു ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയുള്ള തൈരാണെങ്കിൽ ചെറിയ അളവിൽ മാത്രം തൈര് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ പുളിയുള്ള തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ തൈര് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ തിളയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്തിട്ട് നമ്മളിനി തിളപ്പിക്കില്ല കേട്ടോ, ഫ്ലെയിം ഓൺ ചെയ്യില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുള്ളൂ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പുളിശ്ശേരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡാണ് നമ്മുടെ പുളിശ്ശേരിക്ക്. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവട്ടെ. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ പറയാം. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പുളിശ്ശേരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന് ഞാൻ അതൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്. എളുപ്പത്തിൽ ജോലി തീരാനാണ് കുക്കർ എടുത്തത്. കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക, ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വരട്ടെ.
ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് കുക്കർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് പുളിശ്ശേരിയിലേക്കുള്ള വറവിടാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉള്ളിയാണ്. റൗണ്ടിൽ കട്ട് ചെയ്ത ഉള്ളി. ഈ ഒരു പുളിശ്ശേരിക്കൊക്കെ ഉള്ളി നിർബന്ധമാണ് കേട്ടോ. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരണം, നന്നായിട്ട് കുക്കായി വരണം കേട്ടോ ഉള്ളി, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് സമയം എടുക്കും ഉള്ളി കുക്കായി വരാൻ. ഇതിൽ ഉലുവയൊക്കെ നിർബന്ധമാണ് ഈ ഒരു പുളിശ്ശേരിയിൽ. എന്താണെന്ന് വെച്ചാൽ പുളിശ്ശേരിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഉലുവപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ മറക്കാതെ ചേർക്കുക. അതുപോലെ തന്നെ ഉള്ളി നിർബന്ധമായിട്ട് ചേർക്കുക. ഉള്ളിക്ക് പകരം സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ പുളിശ്ശേരി പെർഫെക്റ്റ് ആവില്ല. ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി കുക്കായി വരട്ടെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ ഒരു 4-5 വറ്റൽമുളക്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഉണ്ടല്ലോ, പുളിശ്ശേരി ഇരിക്കുന്തോറും ആ മഞ്ഞൾപ്പൊടിയുടെ കളറ് അരപ്പിലേക്ക് പിടിച്ച് മഞ്ഞ കളറായി വരും കേട്ടോ. നമ്മളൊരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡിൽ, ഓഫ് വൈറ്റ് ഷെയ്ഡോ എന്താ പറയുക, നമ്മളൊരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡിലാണ് പുളിശ്ശേരി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചത്. പക്ഷെ കുറച്ച് സമയം കഴിയുന്തോറും ആ മഞ്ഞ കളറ് പുളിശ്ശേരിക്ക് ആയി വരും കേട്ടോ. നമ്മൾ എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മഞ്ഞ കളറ് കൂടി ആ മഞ്ഞൾപ്പൊടിയുടെ കളറ് പിടിച്ച് മഞ്ഞ കളറ് കൂടി വന്നോളും പുളിശ്ശേരിയിലേക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി 2 പിഞ്ച്. ഉലുവ ചേർത്തിട്ടുണ്ട്, പക്ഷെ ഉലുവപ്പൊടിയും കൂടി ചേർത്താലാണ് നമ്മുടെ പുളിശ്ശേരി പെർഫെക്റ്റ് ആവുക. അതുകൊണ്ടാണ് നമ്മൾ ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നത്. ഉലുവപ്പൊടി നിങ്ങൾക്ക് പുളിശ്ശേരി തൈര് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ വറവ് ചേർക്കുമ്പോൾ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം മുളക് പൊടി ചേർക്കുക, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇനി മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേണ്ട നിങ്ങൾക്ക് ആ മഞ്ഞ കളർ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നേരിട്ട് കാണുന്ന അത്രയും ക്യാമറയിൽ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇനി നമുക്ക് വറവ് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര. എൻ്റെ കയ്യിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതാണ്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്താലാണ് നമ്മുടെ പഴം പുളിശ്ശേരി പെർഫെക്റ്റ് ആവുക. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് പഴം പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നമ്മുടെ പഴം പുളിശ്ശേരി മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയുടെ പരിപാടി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്ത മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് സവോള ചേർക്കാം. ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സവോളയും കറിവേപ്പിലയും ഒരുമിച്ചാണ് ചേർത്തിട്ടുള്ളത്. ഉള്ളി ചതച്ച് ചേർക്കുകയാണെങ്കിൽ മെഴുക്കുവരട്ടിക്ക് കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ ഈ രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് സവോള തന്നെ ചേർത്താലും കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇനി സവോള ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഈ ഒരു മെഴുക്കുവരട്ടിയിൽ സവോള നന്നായിട്ട് കുക്കായി വരണം. ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം സവോളയൊന്ന് കളർ മാറി വരുന്നത് വരെ. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളർ ഇത്രയും മാറിയിട്ടുണ്ട്. ഇത്രയും ആവണം കേട്ടോ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ സവോള. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയുടെ അളവ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അളവനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് പറയാത്തത്. ഫ്ലെയിം കുറച്ചിട്ട് എപ്പോഴും മുളക് പൊടി ചേർക്കാം. ഇനി മുളക് പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മെഴുക്കുവരട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യമാണ് കേട്ടോ. ഈ രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ, സാധാരണ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ചേർക്കാറില്ല.
പക്ഷേ ഈ രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്. ഈ ഒരു മെഴുക്കുവരട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ വെള്ളം ലാസ്റ്റ് ആകുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ്. ആ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ഇനി നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ സവോള ഒന്ന് കുക്കാവാനാണ് നമ്മൾ ഈ വെള്ളത്തോടു കൂടി തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കേട്ടോ. അതാണെന്ന് വെച്ചാൽ നമ്മൾ സവോള ഒരു 3/4 ഭാഗം കുക്ക് ചെയ്തെടുത്തില്ലേ, സവോള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്തില്ല. ഇനി സവോള സോഫ്റ്റ് ആയി വരണം. ഈ ഉരുളക്കിഴങ്ങ് വെന്ത വെള്ളത്തിൽ കിടന്നിട്ട് സവോള സോഫ്റ്റ് ആയി വരണം. അതാണ് ഈ ഒരു മെഴുക്കുവരട്ടിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തോടു കൂടി ഉരുളക്കിഴങ്ങ് ചേർക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി സവോളയും കൂടി ചേർന്ന് ഈ ഉരുളക്കിഴങ്ങിൽ കുക്കായി വരുമ്പോൾ, ഉരുളക്കിഴങ്ങിൻ്റെ ഗ്രേവിയിലും കുക്കായി വരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിനുശേഷം ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ രീതിയിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് സവോള ഇതുപോലെ 3/4 ഭാഗം ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്ത് എടുത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട്, സാധാരണ നമ്മൾ ഇത്രയും ഫ്രൈ ചെയ്ത് സവോള എടുക്കാറില്ല. അതിനേക്കാൾ കുറച്ചുകൂടി മുന്നേ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അതുപോലെ ഇത്രയും വെള്ളത്തോടു കൂടി തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഇതുപോലെ കുറച്ച് വൈഡായിട്ടുള്ള പാനാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇതുപോലെ ഉണ്ടാക്കാൻ നല്ലത്. ഇനി നമുക്കിത് സ്പ്രെഡ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇതാ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ചോറ് വിളമ്പിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളിതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി നമ്മുടെ കറികളും കൂടെ വിളമ്പിയാൽ നമ്മുടെ ലഞ്ച് റെഡിയായി. നമുക്ക് ചോറിൻ്റെ സൈഡിലായിട്ട് പഴംപുളിശ്ശേരി സെർവ് ചെയ്യാം എന്നല്ല, വിളമ്പാം. ഞാനൊന്ന് മലയാളീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ വിളമ്പാം എന്നുള്ളത്. പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. ഉണക്കച്ചെമ്മീനൊക്കെ കുറച്ച് വിളമ്പുന്നുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചല്ലേ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്തുള്ളൂ. അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ച് റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലഞ്ച് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു വിഭവം കൂടി ഞാനിതിൽ കാണിക്കാത്തത് വിളമ്പാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നീതാസ് ടേസ്റ്റ്ലാൻഡ് ചാനലിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്കിൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. പാവയ്ക്ക അച്ചാർ, ആ പാവയ്ക്ക അച്ചാറും കൂടി ഞാനൊന്ന് വിളമ്പാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്ക് എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നീതാസ് ടേസ്റ്റ്ലാൻഡ് പാവയ്ക്ക പിക്കിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഊണിനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഊണിൻ്റെ കറികളൊക്കെ ഇഷ്ടമായി, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പഴംപുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കരുത്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടോ അടുത്ത ദിവസമോ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പല കറികൾ ഉൾപ്പെടുത്തിയിട്ട് ലഞ്ച് റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ലഞ്ച് റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.